പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് അതിസുഖകരമായിട്ടുള്ള വാർത്തകളല്ല. ഇപ്പോൾ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ കരാർ ഉടൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇനി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലാണ്. കാരണം യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് വലിയ രീതിയിലുള്ളൊരു ഭീതിയിലാക്കുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയാണ്. എന്തായാലും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഉടനൊരു കരാർ കാണുമോ അല്ലെങ്കിൽ ഒപ്പിടുമോ? എന്തായിരിക്കാം ഇറാന്റെ നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും PJ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. അവിടെ മഴയാണ്, സേഫായിട്ട് ഇരിക്കണം. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു മഴ സമയത്ത് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. അപ്പം ആ ഒരു വാർത്ത കൂടി വരുമ്പോൾ മൊത്തത്തിൽ പ്രശ്നത്തിലേക്കാവുകയാണ്. കാരണം ഇന്ത്യൻ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം കൂടിയല്ല. ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അത് നമ്മളെ എത്രത്തോളം ബാധിക്കും? ഈ ഒരു യുദ്ധത്തിൽ ഇറാന്റെ നിലപാടുകൾ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏതനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ്. അത് ഡിജിബോത്തിക്കും യമനും ഇടയിലാണ് ഈ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കാൻ ഹൂത്തികൾക്ക് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യമനുമായിട്ട് സ്വാഭാവികമായ അതിർത്തിയുള്ള ഒരു കടലിടുക്കാണത്. അപ്പോ ഈ ഇസ്രായേലിലേക്ക് വരെ നിരന്തരമായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷി ഹൂത്തികൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ ഇടുങ്ങിയ ഈ കടൽ ഇടനാഴിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ ഹൂത്തികൾക്ക് വളരെ എളുപ്പം ആക്രമിക്കാൻ സാധിക്കും. ഹൂത്തികളാവട്ടെ ഈ രണ്ടാമത്തെ ഘട്ട ആക്രമണം അമേരിക്ക ആരംഭിച്ചതിന് ശേഷം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടൽ മേഖലയിലാകെ ചരക്കപ്പലുകൾ ചെയ്യുക എന്ന സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു സാഹചര്യമാണ്. അതോടൊപ്പം മുജ്തബ അൽ ഖംനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യ സംബന്ധിച്ചുള്ള സംവാദങ്ങളിൽ നിറഞ്ഞു നിന്നത്. എന്തായാലും അദ്ദേഹം ഒരു മത ആത്മീയ നേതൃത്വത്തിൽ നിന്ന് IRGC നേതൃത്വത്തിലേക്ക്, അതായത് സൈനിക നേതൃത്വത്തിലേക്ക് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനിലെ ആഭ്യന്തര നയവും വിദേശ നയവും മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പെഷസ്കിയാനോ ഇറാനിയൻ പാർലമെന്റോ അല്ല യുദ്ധം സംബന്ധിച്ചും ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ എടുക്കുന്നത്. അത് IRGC ആണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. IRGC നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രോക്സികൾ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇറാഖിലെ റെസിസ്റ്റൻസ് ഫ്രണ്ട് അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കുകയുണ്ടായി. ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിലൂടെയും ഗൾഫ് ഓഫ് ഏഡനിലൂടെയുമുള്ള കപ്പൽ ഗതാഗതത്തെയും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഇറാൻ ഹെസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ നൽകി വരുന്ന പിന്തുണ കൂടുതൽ ശക്തമായി നൽകും എന്നുള്ള ഒരു മെസ്സേജും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം 2026 ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖംനേയി കൊല ചെയ്യപ്പെട്ട ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളാണ് അദ്ദേഹത്തിന്റെ പുത്രൻ മുജ്തബ ഖംനേയി. മാർച്ച് 9 അദ്ദേഹത്തെ ഇറാൻ പരമോന്നത നേതാവായി എക്സ്പേർട്സ് കൗൺസിൽ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 88 അംഗ എക്സ്പേർട്ട് കൗൺസിലാണ്. അത് ഷിയ മതപുരോഹിതന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും ഒരു ഉന്നത സമിതിയാണ്. ആ സമിതിയെ സംബന്ധിച്ചിടത്തോളം മുജ്തബ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിന്നിൽ IRGCയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 1987 അദ്ദേഹം IRGCയുടെ ഭാഗമായി പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് പാരാമിലിറ്ററി ഫോഴ്സസിന്റെ തലപ്പത്തും
അതിനുശേഷം തന്റെ പിതാവിന്റെ വക്കീലായിട്ട്, പരമോന്നത നേതാവായിട്ടുള്ള പിതാവിന്റെ വക്കീലായി പ്രവർത്തിക്കുകയായിരുന്നു. മജിദ് താബയ്ക്ക് IRGCയുടെ ശക്തമായ പിന്തുണയുണ്ട്. അപ്പോൾ ഇപ്പോൾ മജിദ് താബ പരമോന്നത നേതാവായി വന്നതോടുകൂടി IRGCയുടെ കയ്യിലേക്ക് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണം വന്നു എന്നതൊരു വാസ്തവമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉയരുന്നുണ്ടോ എങ്കിലും IRGCയുടെ നിയന്ത്രണത്തിലേക്ക് ഇറാൻ പൂർണ്ണമായി വന്നു എന്ന് പരമോന്നത നേതാവ് ജീവിച്ചിരിക്കുന്നു എന്നതുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അദ്ദേഹമാകട്ടെ സാറ്റലൈറ്റോ സോഷ്യൽ മീഡിയയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അദ്ദേഹം റഷ്യയിലേക്ക് പോയി റഷ്യയുടെ സംരക്ഷണയിലാണ് എന്നുള്ള വാദമുണ്ട്. അതല്ല, IRGCയുടെ തന്നെ ബങ്കറിൽ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നുണ്ട്. ഏതായാലും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അമേരിക്കയാകട്ടെ $10 മില്യൺ അദ്ദേഹത്തെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പം അദ്ദേഹം എഴുത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്നാണ് വിവരം. ഏതായാലും കൂടുതൽ ശക്തമായ ആക്രമണവും പ്രതിരോധവും നടത്തുക എന്ന നിലയിൽ ഇറാന്റെ നയം മാറിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ സൈനിക ആക്രമണങ്ങളെയോ അവരുടെ സമ്മർദ്ദങ്ങളെയോ അമേരിക്ക അവരുടെ സഖ്യശക്തികളായ പാകിസ്ഥാൻ, ഈജിപ്ത് അല്ലെങ്കിൽ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളെയും ഒന്നും ഇപ്പോൾ ഇറാൻ തീരെ ഗവനിക്കുന്നില്ല എന്നാണ് ഇറാൻ ഒരു ഡിഫറൻറ്റ് സ്റ്റാൻസ് നൽകുന്ന വ്യക്തമായ സൂചന. രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയാണ് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും. ഇതിൽ ഈ റെഡ് സീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഓഷ്യന്റെ തുടർച്ച കൂടിയാണ്. ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഇന്ത്യൻ നേവിക്കുണ്ട്. മറ്റ് വൻശക്തി രാജ്യങ്ങളുടെ ഇടപെടുന്നതിന് ശക്തമായി ചെറുക്കുന്ന സമീപനവും ഇന്ത്യ പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ മേഖലയിലും അറബിക്കടൽ മേഖലയിലും സ്വാധീനം പടിപടിയായി വർദ്ധിപ്പിക്കുവാൻ ചൈന നടത്തിയ ശ്രമങ്ങൾ ഇന്ത്യ ശക്തമായി ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ പ്രകാരം ജിജിബോട്ടിയിലുള്ള അവരുടെ തുറമുഖത്തെയും ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖം അവർ 99 വർഷത്തേക്ക് ചൈന വാടകയ്ക്കെടുത്തതാണ്. അതുപോലെ ബലൂചിസ്ഥാൻ പ്രോവിൻസിൽ അവർ പണിതുയർത്തുന്ന ഗൊദാർ തുറമുഖത്തുണ്ട് ഒരു നാവിക ഇടനാഴി ഉണ്ടാക്കുവാനും ഇന്ത്യൻ സ്വാധീനം ചൈന ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ ശക്തമായി പ്രതിരോധിക്കുവാനും ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കുറയ്ക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തെ ഒക്കെ ഏറ്റവും ശക്തമായി ചെറുക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ മേഖലയിലെ ഒരു സ്വാധീന മേഖലയിൽ ഹൂത്തികൾ നിരന്തരമായ ആക്രമണം നടത്തുന്നത് ഇന്ത്യക്കും കൺസേൺ ആണ്. അവിടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു, അതിൽ ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നു. അതുപോലെ ആക്രമിക്കപ്പെടുന്ന പല കപ്പലുകളിലും ഇന്ത്യൻ നാവികരുണ്ട്, അവർ മരണപ്പെടുന്നു. ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ആണ്. അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഇന്ത്യയുടെ താല്പര്യം നമ്മളുടെ സ്വാഭാവികമായ കടൽ സ്വാധീന മേഖലയിൽ ഒരു തീവ്രവാദ സംഘം, ഒരു ഭീകര സംഘം നിരന്തരമായി ആക്രമണം നടത്തുകയും അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഇന്ത്യക്ക് സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. നടപടി എടുക്കേണ്ട വരും ഇന്ത്യൻ നേവിക്ക്. ഇപ്പം ഈ യുദ്ധം തുടരുമ്പോൾ തന്നെ ഒരു വശത്ത് സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന് കൂടി പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയിലേക്ക് പോകുമോ? കാരണം യുദ്ധം പലപ്പോഴായിട്ട് തുടരുമ്പോഴും ഈ സമാധാന കരാറൊക്കെ കാറ്റിൽ പറത്തിയാണ് വീണ്ടും ഒരു ഭീകരമായിട്ടുള്ള രീതിയിലേക്ക് ഈ ഒരു പശ്ചിമേഷ്യ വിറപ്പിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും ഈ യുദ്ധം തുടർന്നത്. വീണ്ടും സമാധാന കരാർ വരും അല്ലെങ്കിൽ ഉടൻ കാണുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളായിട്ട് ഒമാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഖത്തറും നിൽക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സൗദി കിരീടാവകാശി പറയുന്നുണ്ട്. കാരണം ഈ ഒരു യുദ്ധം എല്ലാവർക്കും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നല്ല സമ്മർദ്ദമാണ് സൗദി അറേബ്യയും ഈ രാജ്യങ്ങളും ഗൾഫ് മേഖലയും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കരാർ ഉടൻ കാണും, സമാധാന കരാറിൽ ഉടൻ ഒപ്പുവെക്കും, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടോ, അതോ വീണ്ടും യുദ്ധം തന്നെ ആയിരിക്കുമോ? സമാധാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ട്രംപ് ഓൾവേസ് ചിക്കൻ സൗത്ത് എന്നതാണ് അദ്ദേഹത്തിന്റെ നയത്തിന്റെ കേന്ദ്രബിന്ദു. എന്ന് വെച്ചാൽ
യുദ്ധം കൊടുമ്പിരി കൊള്ളും, ഇപ്പോൾ തകർക്കും, മാരകമായി ആക്രമിക്കപ്പെടും, ഇറാനെ നശിപ്പിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് വലിയ വലിയ യുദ്ധം വരുന്നു എന്ന് പേടിച്ചിരിക്കുമ്പോൾ ഏകപക്ഷീയമായി യുദ്ധം അവസാനിക്കുകയും സമാധാന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ ദിശയിലേക്ക് കാര്യങ്ങൾ പോകും. അതുപോലെ തന്നെയാണ് സമാധാനത്തിന്റെ കാര്യത്തിലും. ഇറാനുമായിട്ട് സമാധാന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. പുതിയ ഗൾഫ് ഉദയം ചെയ്യാൻ പോവുകയാണ്, യുദ്ധങ്ങൾ അവസാനിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ഇത് പറഞ്ഞ് 2 ദിവസത്തിനകം നിലപാട് ഇറാനിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്യും. ഈ രീതിയിൽ അപ്രതീക്ഷിതമായ ഒട്ടും അഭിലഷണീയമല്ലാത്ത വിധത്തിലാണ് ട്രംപ് അദ്ദേഹത്തിന്റെ ഇറാൻ നയം കൈകാര്യം ചെയ്യുന്നത്. ഇത് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷത്തിന്റെ ഒരു നാൾവഴികൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 8 ആരംഭിച്ച യുദ്ധം അത് 2ാമത്തെ യുദ്ധമാണ്. ആദ്യം 12 ഡേ വാർ എന്ന പേരിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമിക്കുകയുണ്ടായി ഇറാനെ. അതിനുശേഷം 2026 ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണം ജൂൺ 7 ഒരു താൽക്കാലിക വെടിനിർത്തലും പിന്നീട് സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ പോകും എന്ന പ്രതീക്ഷയിലാണ് വെടിനിർത്തലുണ്ടായത്. അതിനുശേഷം മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. ഈ MOU ഒപ്പുവെച്ച് താൽക്കാലിക വെടിനിർത്തലും പ്രഖ്യാപിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും സമാധാന പ്രക്രിയയിലൂടെ ഒരു സമാധാന കരാർ രൂപപ്പെടുത്തേണ്ടുന്നതാണ്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഏകപക്ഷീയമായി ബോംബിംഗ് ആരംഭിക്കുകയും മാരകമായ ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അമേരിക്കൻ നയത്തിന്റെ ഒരു സ്ഥിരതയില്ലായ്മയുടെ സൂചനയാണ്. സമാധാനമല്ലാണ്ട് മറ്റു മാർഗമില്ല. സമാധാന പ്രക്രിയയിലൂടെ അല്ലാണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനും സാധിക്കില്ല. ഇറാനെ നശിപ്പിക്കാൻ അമേരിക്കയ്ക്കും സാധിക്കില്ല. അമേരിക്കയ്ക്ക് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല, ഇനി നേടാനുള്ള സാധ്യതയുമില്ല. അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അത് ഇറാനിൽ റെജീം ചേഞ്ച് ഉണ്ടാകുക, ഭരണകൂട മാറ്റം ഉണ്ടാകുക, ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും ഇറാന്റെ കൈവശമുള്ള 400 കിലോഗ്രാം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്യുക, അവരുടെ മിസൈൽ പദ്ധതികൾ, പ്രോക്സികൾക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുക എന്നിത്യാദി അമേരിക്ക പ്രഖ്യാപിച്ചു. ഇതൊന്നും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, MOU ഒപ്പുവെച്ച സന്ദർഭത്തിൽ അമേരിക്കയുടെ പ്രൈം കൺസേൺ എന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര കപ്പൽപാതയായി തുറന്നു കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇനിയാണെങ്കിലും നേടാൻ കഴിയില്ല എന്ന് തന്നെ ആണ് ഇറാനിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്ന സൂചന. അപ്പോൾ ഒരു ഭാഗത്തത്. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ആ രാജ്യം വിദേശാക്രമണത്തെ നേരിടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുന്നു എന്നത് വാസ്തവമാണെങ്കിലും ആഭ്യന്തര രംഗത്ത് വൻ പ്രതിസന്ധിയെ ആ രാജ്യം നേരിടുകയാണ്. അവർക്ക് ഈ ദിശയിൽ അതിജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇറാനും യുദ്ധ അവസാനിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിലേറെ പ്രസക്തമാണ്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് മിഡ് ടൈം ഇലക്ഷൻ നവംബറിൽ വരികയാണ്. ഇസ്രായേലിലാണെങ്കിൽ ഒക്ടോബർ 27 തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധവിജയം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരെ ഒരു യുദ്ധവിജയം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടും സാധ്യമാകുന്ന വിദൂര സാധ്യത പോലും നിലനിൽക്കുന്നില്ല. കാരണം ഇറാന് മേലെ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു വിജയം നേടാൻ സാധിച്ചാൽ ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്കും വിജയം ഉറപ്പിക്കാൻ സാധിക്കും. അമേരിക്കയിലെ മിഡ് ടൈം ഇലക്ഷനിൽ ട്രംപിനും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും മുന്നേറ്റം നടത്താൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് വീണ്ടും ആക്രമണം തുടങ്ങിയതെന്നതും വാസ്തവമാണ്. പക്ഷേ ഈ ലക്ഷ്യങ്ങൾ നേടുക അസാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റഷ്യയുടെ പിന്തുണയും ചൈനയുടെ പിന്തുണയും ഒക്കെ ഇറാന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പ്രതിരോധിച്ചു നിൽക്കാനുള്ള അവരുടെ ശേഷി നമ്മൾ ഒരു കാരണവശാലും ചുരുക്കി കാണാനും സാധിക്കില്ല. അവർക്ക് പ്രത്യാക്രമണത്തിനുള്ള ശേഷിയുമുണ്ട്.
അവരുടെ രാജ്യത്തെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം തുറന്നു കിടക്കുന്ന വ്യോമ മേഖലയാണ് അവരുടേത്. എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനൊക്കെ മിസൈൽ ആക്രമണവും ഒക്കെ നടത്താൻ സാധിക്കും. പക്ഷേ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷി ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഒക്കെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ ഇപ്പോഴും ഇറാന് കഴിയുന്നുണ്ട്. അവർക്കതിനുള്ള മിസൈലുകളുടെ ശേഖരമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നപരിഹാരം എന്നത് സ്വയം യുദ്ധം ചെയ്ത് മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ അതിലേക്ക് പോവുക എന്നതിനപ്പുറത്തേക്ക് സമാധാന പ്രക്രിയയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് ട്രംപിനും മറ്റു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും സമാധാന പ്രക്രിയ ഇനിയും ആരംഭിക്കുവാനും ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതല്ലാതെ മറ്റു പരിഹാരങ്ങൾ മുന്നിലില്ല എന്നതും ഒരു വാസ്തവമാണ്. ഓക്കെ, നന്ദി പി ജെ വിൻസെന്റ്.